അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ആമീൻ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മളിന്ന് പഠിക്കുന്നത് മദ്രസ സഹി നമ്മുടെ ചാർട്ടുകൾ പരിചയപ്പെടുത്തുകയാണ്. കേട്ടോ, ചാർട്ട് നമ്പർ എത്രയാണ്? 35. ഇതെന്താണ്? മദ്രസ സഹായി. അതായത് ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഷംസിയ അക്ഷരങ്ങളും ഖമരിയ അക്ഷരങ്ങളും. എന്താ പഠിക്കുന്നത്? ഷംസിയ അക്ഷരങ്ങൾ. അറബി അക്ഷരങ്ങൾ രണ്ടായിട്ട് തിരിക്കും. എന്തായിട്ട്? ഷംസിയ, ഖമരിയ അക്ഷരങ്ങൾ. അതായത് നമ്മുടെ ഈ ചാർട്ട് നോക്കുമ്പോൾ കാണാം, രണ്ട് രീതിയിൽ കാണാം അക്ഷരങ്ങൾ. ഒന്ന് കറുപ്പ് നിറത്തിലും കാണും, ഒന്ന് ചുവപ്പ് നിറത്തിലുണ്ട്. കറുപ്പ് നിറത്തിലുള്ള അക്ഷരങ്ങൾ ഖമരിയ അക്ഷരങ്ങളാണ്. ഏതക്ഷരങ്ങളാണ്? ഖമരിയ അക്ഷരങ്ങൾ. ചുവപ്പുള്ളതോ ഷംസിയ അക്ഷരങ്ങളുമാണ്. അപ്പോൾ ഈ ഷംസിയ അക്ഷരം ഖമരിയ അക്ഷരം തമ്മിലുള്ള വ്യത്യാസമാണ് പഠിക്കുന്നത്. അതിനു മുമ്പ് നമ്മൾ ഏറ്റവും മുകളിലുള്ള അക്ഷരങ്ങളെ ഒന്ന് പരിചയപ്പെടാം. നമുക്ക് 28 അക്ഷരങ്ങളെ വെട്ടിച്ചേർന്ന് പറഞ്ഞാൽ ഒരക്ഷരം തന്നെ 2 രൂപത്തിൽ എഴുതുന്നതും കാണിച്ചു തരാം. ഇൻഷാ അല്ലാഹ് നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പം ആ ഒന്നാമത്തെ ആ അല്ലേ, രണ്ടാമത്തെ ബ, മൂന്നാമത്തെ എന്താണ്? ത. ഈ ത വരുമ്പോൾ ശ്രദ്ധിക്കാറുണ്ട്, ത 2 രൂപത്തിൽ എഴുതും. 2 രൂപത്തിൽ ത എഴുതും. അടുത്തത് ജീമിന്റെ ജ, അടുത്തത് ദ, റ, സ, ഷ, ക. അടുത്ത നോക്കേ, ക. ക 2 രൂപത്തിൽ എഴുതുന്നു അല്ലേ. അടുത്ത ല, മ, ന, വ, ഹ, യ. ഹാ 2 രൂപത്തിൽ എഴുതും. കണ്ട, അള്ളാഹുലൊക്കെ എഴുതുമ്പോൾ എന്തായി? രണ്ടാമത്തെ ഹായിലാണ് എഴുതുന്നത് അല്ലേ. ഹിദായത്ത് എന്ന് എഴുതുമ്പോൾ തുടക്കത്തിൽ എന്തായിരിക്കും? ആദ്യത്തെ ഹാ വരും. ഇനി അടുത്തത് സ. സ നാവിന്റെ തല വന്നിട്ട് മുമ്പിലെ തട്ടുമ്പോൾ സ. സംസമിന്റെ സ. അടുത്തത് സ, സീനിന് പത്തായിട്ട് സ. അടുത്തത് സ്വ അല്ലേ, സ്വാദ്. അടുത്തത് ലാദ്, തോ എന്ന് പറയും. തോ എന്ന് പറയും, തോ എന്ന് പറയും. നമ്മളിപ്പോൾ സാധാരണ പറയുന്ന തോന്ന. അത് വാ നാവിന്റെ തല വന്ന് മുമ്പിലെ തട്ടുമ്പോ അല്ലേ. ഐൻ, ഓയിൻ, ഫ, ഖാഫ്, ലാം അലിഫ്. ലാം അലിഫ് എന്താണ്? ലാം അലിഫ്. ലാമും അലിഫും കൂടെ കൂട്ടിച്ചേർത്ത ഒരു അക്ഷരം ആയപ്പോൾ ലാം അലിഫായി. പിന്നെ അടുത്ത ഹംസ്. ഇനി നമ്മൾ പഠിക്കാനുള്ള ഈ ചാർട്ടിലുള്ള ഒരു ദുആ രൂപത്തിലാണ് നമ്മൾ പഠിക്കുന്നത്. ഒരു പ്രാർത്ഥനാ രൂപത്തിലാണ് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. അറബി 28 അക്ഷരങ്ങളെ ഒരു ദുആയിലൂടെ നമുക്ക് കൊണ്ടുവരാം. 28 അക്ഷരങ്ങൾ അറബിയിൽ, ഷംസിയ അക്ഷരങ്ങളെയും ഖമരിയ അക്ഷരങ്ങളെയും. അതുമല്ല നമ്മൾ ഒറ്റ അക്ഷരത്തിലാണ് കൊടുത്തിരിക്കുന്നത്, തീരെ അറിയാത്തവർക്ക് പോലും ഉപകാരപ്പെടുന്ന രീതിയിൽ അല്ലേ. അൽഹംദുലില്ലാഹ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം എന്ത് ചെയ്യണം? ഒരു ദുആ ചെയ്യുമ്പോൾ അതിൻ്റെ അദബ് എന്താണെന്നറിയോ? ഹംദും സ്വലാത്തും വേണം. എന്ത് വേണം? ഹംദും സ്വലാത്ത്. അൽഹംദുലില്ലാഹ് എന്ന് പറയണം, അതാണ് ഹംദ്. സ്വലാത്ത് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്വലാത്ത് അല്ലേ, അവിടെ അതും നമ്മൾ കൊണ്ടുവരണം. അതാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്, അല്ലാഹുമ്മ ർസുഖ്നാ. അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുകയാണ്, അല്ലാഹുമ്മ ർസുഖ്നാ, ഞങ്ങൾക്ക് നീ നൽകണേന്ന് അല്ലേ. എന്ത് നൽകണം? ഓരോ അക്ഷരങ്ങൾ കൊണ്ടുള്ള ആ ദുആയാണ് നമ്മൾ തുടങ്ങുന്നത്. ആ അക്ഷരങ്ങൾ കൊണ്ട് നമുക്ക് കിട്ടേണ്ട നേട്ടങ്ങൾ, ഒരുപാട് നന്മകളുണ്ട്. നമ്മൾ ഒന്നാമത്തെ തുടങ്ങുന്ന അലിഫാണ് അല്ലേ. ഇവിടുന്ന് തുടങ്ങുകയാണ്, അല്ലാഹുമ്മ ർസുഖ്നാ ബിൽ അലിഫി ഉൽഫ, അല്ലാഹുമ്മ ർസുഖ്നാ ബിൽ അലിഫി ഉൽഫ അല്ലേ. നമ്മൾ അലിഫ് എന്ന് പറയുന്ന അക്ഷരം നീട്ടുമോ? ഇല്ല. അതൊക്കെ നമ്മൾ വേറെ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഒരു അറബി 28 അക്ഷരങ്ങളിൽ നീട്ടില്ലാത്ത ഒരു അക്ഷരം ഉണ്ടെങ്കിൽ ഏതാണ്? അലിഫ്. അല്ലാഹുമ്മ ർസുഖ്നാ ബിൽ അലിഫി ഉൽഫ വബിൽ ബാഇ ബറക. ബറക്കത്ത് എന്നുള്ള നിർത്തുണ്ടാവും, ബറക്ക നിർത്തുന്ന എങ്ങനെ? ഒന്നാമത് എങ്ങനെ? അല്ലാഹുമ്മ ർസുഖ്നാ ബിൽ അലിഫി ഉൽഫ, ഉൽഫത്തൻ എന്നുള്ള എന്താക്കാൻ പറ്റും? അവിടെ ഹ ആയിട്ട് മാറും. മനസ്സിലായോ? അല്ലാഹുമ്മ ർസുഖ്നാ ബിൽ അലിഫി ഉൽഫ വബിൽ ബാഇ ബറക വബിത്താഇ തൗബ. തൗബത്തെന്നാണ് നിർത്തുന്നത് എങ്ങനെ? തൗബ. വബിത്താഇ സവാബ. സവാബൻ എന്നുള്ള നിർത്തുന്നത് എങ്ങനെയാണ്? സവാബ അല്ലേ. ഇതിൻ്റെ അർത്ഥം എല്ലാം സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഉൽഫത്തെന്ന് പറഞ്ഞാൽ ഇണക്കം, ബറക്കത്തെന്ന് പറഞ്ഞാൽ അനുഗ്രഹം, ഉബത്തെന്ന് പറഞ്ഞാൽ പശ്ചാത്താപം, നമുക്ക് തൗബ കിട്ടണം ഇല്ല. യാ അയ്യുഹല്ലദീന ആമനു തൂബു ഇലല്ലാഹി തൗബത്തൻ നസൂഹാന്ന് അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ. സൂറത്ത് തഹരീമിൽ പറഞ്ഞിട്ടുണ്ട്.
എന്താണ് നിങ്ങൾ നിഷ്കളങ്കമായി തൗബ ചെയ്യണം. അപ്പോൾ തൗബ ചെയ്ത് മരിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു ബർക്കത്താണ്, വലിയൊരു അനുഗ്രഹമാണ്, വലിയൊരു ഭാഗ്യമാണ് അല്ലേ. അപ്പോൾ അടുത്ത ഓരോ അക്ഷരങ്ങൾ നോക്കുക. അപ്പം അർത്ഥം പറയുകയല്ല, നമ്മൾ കൂട്ടി വായിക്കാൻ പഠിക്കുകയാണ്. ഒബിത്ത ഇ തൗബ, ഒബിസ ഇ സവാബ, ഒബിൽ ജീമി ജന്ന, അടാ ഒബിൽ ജീമി ജന്ന ജന്നത്തന്ന, ഒബിൽ ഹാഇ ഹിക്മത്തൻ, നിർത്തുന്നത് എങ്ങനെ ഹിക്മ കണ്ടോ, ഒബിൽ ഹാഇ ഹിക്മൻ, ഒബിൽ ഖാഇ ഖൈറാ, കിടക്കുന്നത് എങ്ങനെ ഖൈറൻ, നിർത്തേണ്ട എങ്ങനെ വബിൽ ഖാഇ ഖൈറാ, വബിദ്ദാലി ദീനൻ, നിർത്തേണ്ട എങ്ങനെ വബിദ്ദാലി ദീന, വബിദ്ദാലി ദിക്റാ അല്ലേ, വബിർറാഇ റഹ്മ, കിടക്കുന്നതോ വബിർറാഇ റഹ്മത്തൻ, വബിസ്സാഇ സുഹ്ദാ സുഹ്ദൻ, എങ്ങനെയാണ് സുഹ്ദൻ എന്ന് പറയുമ്പോൾ കണ്ടോ യാഹു വന്നിവിടെ എന്തിൻ്റെ സ്ഥാനത്താണ് വന്നത്, അലിഫിൻ്റെ സ്ഥാനത്ത്. എന്തിൻ്റെ സ്ഥാനത്താ, അലിഫാണ് അവിടെ വേണ്ടത്. തൻവീൻ ഫത്തഹിൻ്റെ കൂടെ എപ്പോഴും ഒരു അലിഫ് വരും. നോക്കിക്കോ, മേലോട്ടോ നോക്കിക്കോ, കണ്ടോ തൻവീൻ കിസറിൻ്റെയോ തൻവീൻ ലമ്മിൻ്റെയോ കൂടെ എന്ത് വരത്തില്ല, അലിഫ് വരത്തില്ല. തൻവീൻ ഫത്തഹിൻ്റെ കൂടെ വരും. എന്നാൽ ചില സ്ഥലങ്ങളിൽ അങ്ങനെ അലിഫ് വരുത്തില്ല. ഏത്, ഈ തായിന് വരത്തില്ല. കണ്ടോ ഈ തായിന് എന്ത് വരത്തില്ല, അലിഫിട്ട് എഴുതാൻ പാടില്ല, അങ്ങനെ അലിഫില്ല കേട്ടോ. ദാലിന് എന്ത് വരും, അലിഫ് വരും. കണ്ടല്ലോ. അടുത്ത നോക്കേ, വബിസ്സീനി സഅദ, കണ്ടോ വബിസ്സീനി സഅദ, എങ്ങനെ വബിസ്സീനി സഅദ, സഅദതന്ന പറയേണ്ട എങ്ങനെയാണ്, സഅദ അല്ല സഅദ അല്ല സഅദ സഅദ സഅദ. വബിശ്ശീനി ശിഫാഅൻ, കണ്ടോ ഹംസിൻ്റെ കൂടെയും തൻവീൻ ഫത്തഹിൻ്റെ കൂടെ എന്ത് വരത്തില്ല, അലിഫ് വരത്തില്ല. പഠിച്ചില്ല, അവിടെ നിർത്തണ്ട എങ്ങനെ വബിശ്ശീനി ശിഫാഅ, കണ്ട ഷിഫാ എന്നുള്ള നിർത്തുന്ന എങ്ങനെ ഷിഫാ. ഇവിടെ അലിഫ് വരുമോ, ഇല്ല, അലിഫ് നീട്ടി നിർത്തിയേം വേണം. കണ്ടോ വബിശ്ശീനി ശിഫാ എന്നല്ല പറയുന്നത്, ഇങ്ങനെ അങ്ങനെ ഷിഫാ അല്ല തൻവീൻ ഫതഹ ഉണ്ട്. വബിസ്സാദി സബ്റാ, വബിസ്സാദി സബ്റാ, വബിസ്സാദി സബ്റാ സബ്റൻ. അടുത്തത് വബില്ലാദി, ലാദാണ്, വബില്ലാദി ളിയാഅ, വബില്ലാദി ളിയാഅ ളിയാഅൻ എന്നുള്ളത് നമ്മൾ അങ്ങനെ നിർത്തി. അപ്പോൾ എഴുത്തിനകത്ത് ഒരു അലിഫ് കൂടെ കൊടുക്കാൻ പറ്റുമോ, പറ്റത്തില്ല. മനസ്സിലാവും, ഉച്ചാരണത്തിൽ വരാറുണ്ട്. വബിത്താഇ തുഹ്റൻ, നിർത്തണ്ട എങ്ങനെ വബിത്താഇ തുഹ്റാ അല്ലേ. വബില്ലാഹി അടുത്ത ലാ ആണ് അല്ലേ. വബില്ലാഹി ളുഫ്റാ ളുഫ്റൻ ളുഫ്റ. വബിൽ ഐനി ഇൽമാ, ഇൽമൻ എന്നുള്ള നിർത്തുന്നത് എങ്ങനെ വബിൽ ഐനി ഇൽമാ, വബിൽ ഗൈനി വബിൽ ഗൈനി അടുത്തെന്താണ് ഗൈനാണ്. വബിൽ ഗൈനി ഗൈന, ഗൈനൻ എന്നുള്ളത് എങ്ങനെയാവും ഗൈന. വബിൽ ഫാഇ ഫഹ്മാ, വബിൽ ഫാഇ ഫഹ്മൻ. വബിൽ ഖാഫി ഖുവ്വ ഖുവ്വതൻ, വബിൽ ഖാഫി ഖുവ്വതൻ. വബിൽ കാഫി കറമാ കറമൻ, നിർത്തേണ്ടത് കറമ. വബില്ലാമി ലുതുഫൻ ലുതുഫാ, വബില്ലാമി ലുതുഫാ. വബിൽ മീമി മഗ്ഫിറ, വബിൽ മീമി മഗ്ഫിറ, വബിൽ മീമി മഗ്ഫിറതൻ കിടക്കുന്നത്. ഈ അവസാനത്തെ താഇന് ഉച്ചരിക്കുകയില്ല. ആ താ എന്തായി മാറും, ഹ ആയിട്ട്. വബിൽ മീമി മഗ്ഫിറ, വബിൻ നൂനി നൂറാ, വബിൽ വാവി വറഅ, വബിൽ ഹാഇ ഹുദാ, ഹുദൻ എന്നുള്ളത് എന്തായി ഹുദ. വബിൽ യാഇ യുസ്റാ, യുസ്റൻ എന്നുള്ളത് എന്തായി യുസ്റാ. ഉണ്ടോ. അപ്പം ഞാൻ അന്നത്തെ ആ ദുആ അവസാനിപ്പിക്കുകയാണ്. എന്താണ് വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അപ്പം ഞാനൊന്ന് വായിക്കാം, അത് നോക്കിക്കോ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. നമുക്ക് ചേർത്ത് പറയാം കേട്ടോ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുമ്മ ർസുഖ്നാ ബിൽ അൽഫി ഉൽഫ
وبالباء بركة وبالتاء توبة وبالثاء ثوابا وبالجيم جنة وبالحاء حكمة وبالخاء خيرا وبالدال دينا وبالذال ذكرى وبالراء رحمة وبالزاء زهدا وبالسين سعادة وبالشين شفاء وبالصاد صبرا وبالضاد ضياء وبالطاء طهرا وبالضاء ظفرا وبالعين علما وبالغين غنى وبالفاء فهما وبالقاف قوة وبالفاء فهما وبالقاف قوة وبالكاف كرما وباللام لطفا وبالميم مغفرة وبالنون نورا وبالواو ورعا وبالهاء هدى وبالهاء هدى وبالياء يسرا وآخر دعوانا أن الحمد لله رب العالمين. അൽഹംദുലില്ലാഹ്. അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. അപ്പോൾ നമ്മളിവിടെ എന്താ പഠിച്ചതെന്ന് വെച്ചാൽ നമ്മൾ അറബി 28 അക്ഷരങ്ങളിൽ 14 അക്ഷരങ്ങൾ ഷംസിയാണ്, 14 അക്ഷരങ്ങൾ ഖമരിയാണ് അല്ലേ. ആ ഖമരിയായ അക്ഷരം ഷംസിയായ അക്ഷരം ഉച്ചരിക്കുമ്പോൾ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസത്തിൻ്റെ ഒരു ഏകദേശ രൂപം നമ്മൾ കാണിച്ചു തന്നതാണ്. അൽഹംദുലില്ലാഹ്. അത് ഒറ്റ അക്ഷരങ്ങൾ കൊടുത്തേക്കുന്നത് നമ്മുടെ കുഞ്ഞു മക്കൾക്ക്. ഇത് നമ്മുടെ ചാർട്ട്, അതായത് പഴയ കലണ്ടറിൽ ഇങ്ങനെ ഒട്ടിച്ചിട്ടാൽ കുട്ടികൾക്ക് അക്ഷരങ്ങൾക്കൊരു പരിചയവും അതേപോലെ ഇത് വായനാശീലം ഉണ്ടാക്കാനും നമുക്ക് കഴിയും. മദ്രസകളിലൊക്കെ ഇങ്ങനെ തൂക്കിയിടുന്നുണ്ട്. അൽഹംദുലില്ലാഹ്. അത് വലിയ ഉപകാരപ്പെടുന്നുണ്ട് ഈ ചെറിയ മക്കൾക്ക്. എന്നിട്ട് എന്ത് ചെയ്യണം, ഇത് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ മുതിർന്നവരാണ്, ഇനി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ കൂട്ടക്ഷരം എഴുതണം. ഒറ്റക്ഷരം നമ്മളിപ്പോൾ എഴുതിയേക്കുന്നത് അല്ലേ. കൂട്ടക്ഷരം എഴുതുമ്പോഴാണ് നമ്മുടെ കഴിവ് തെളിയുന്നത്. എങ്ങനെയൊക്കെ നമുക്ക് എഴുതാൻ പറ്റുമെന്നുള്ളത് മനസ്സിലാക്കണം. അക്ഷരങ്ങളൊക്കെ പരിചയപ്പെടണം. അല്ലാഹു തആല ഇതുകൊണ്ട് നമുക്ക് ഇരുലോകവും വിജയം നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.